ഞാനൊരു സർക്കിൾ വരച്ചു. ഓക്കെ, ഈ ടെക്സ്റ്റ് ഈ സർക്കിളിലേക്ക് കൊണ്ടുപോകണം, അതായത് ഈ പാത്തിൽ കൂടി പോകണം. അതിനെന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഈ ടെക്സ്റ്റിന് സെലക്ട് ചെയ്യുക, ഈ ഷേപ്പിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ടെക്സ്റ്റ് മെനുവിൽ പോയിട്ട് ഇവിടെ ഫിറ്റ് ടു പാത്ത് എന്ന് കാണും. രണ്ടിനെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി, ആ ടെക്സ്റ്റ് ഈ പാത്തിലേക്ക് കണക്റ്റ് ആയി. ഓക്കെ, ഇനി എനിക്കത് മൂവ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ അതേ ടൂളിൽ സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ചെറിയ റെഡ് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പതുക്കെ നീക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നീക്കാം. ഉണ്ടാ, ചില സീലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിലായിരിക്കും ചെയ്യുക. ഉണ്ടാ, ഇപ്പം എന്തായി, താഴോട്ട് വന്നു. താഴോട്ട് വന്നപ്പോൾ തലതിരിഞ്ഞു. നമുക്ക് നേരിട്ട് വായിക്കണം. അതിന് നമുക്ക് നമ്മുടെ മിറർ ഉണ്ട് ഇവിടെ. ഇതിൽ മിറർ ഹൊറിസോണ്ടലി അടിച്ചു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലി മിററായി, വെർട്ടിക്കലി അടിച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കൽ മിററായി. ഇപ്പം എന്തായി, സ്ട്രൈറ്റ് ആയി. വേണ്ട, കറക്റ്റായി. ഇതിനൊരു പ്രശ്നം എന്തായി, ലെറ്ററുകളൊക്കെ തമ്മിലൊന്നും ഇടുങ്ങി, കുറച്ച് സ്പേസ് വേണം. അപ്പം എന്ത് ചെയ്യുക, ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുക, ഷേപ്പ് ടൂൾ എടുക്കുക, എന്നിട്ട് ടെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, പതുക്കെ അതിനെ പിടിച്ച് നീക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് പിടിച്ച് നീക്കി കഴിഞ്ഞാൽ എന്താവും, അതിൻ്റെ ലെറ്ററിൻ്റെ വേർഡിൻ്റെ സ്പേസിങ് കൂടും. ഓക്കെ, അത് അകത്ത് വരണം പറയുന്നത് അതിനെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇതാ ക്ലിക്ക് ചെയ്താൽ അകത്ത് പോകും. മുകളിൽ വരണം പറയുന്നത് മുകളിൽ വരും. ഇത് നമ്മൾ നീക്കുമ്പോൾ ഒരു റെഡ് ലൈന് വരുന്നുണ്ട് നമ്മുടെ. കണ്ടാ, ഒരു റെഡ് ലൈന് കാണുന്നില്ല അവിടെ. ആ ലൈന് എന്തിനെ കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സെൻട്രലാണ്. നമ്മൾ അപ്പം വിടുക. ഓക്കെ, ഇനി ഇതിപ്പോൾ വരച്ചു, ഈ കർവായി. ഇനി നമുക്ക് ഈ ഔട്ട്ലൈൻ്റെ ആവശ്യമില്ല. കർവായി കഴിഞ്ഞാൽ ഔട്ട്ലൈന് വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്യുക, മൊത്തത്തിൽ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് Ctrl+K, ബ്രേക്കായി, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ കർവ് ചെയ്ത് കഴിഞ്ഞു, അല്ല എന്തോ മിസ്റ്റേക്കായി, എനിക്ക് വേണ്ട, പഴയ പോലെ തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൊത്തം സെലക്ട് ചെയ്യുക, സോറി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് മൊത്തം ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കാണാൻ പറ്റും സ്ട്രൈറ്റ് ലൈൻ ടെക്സ്റ്റ്. സ്ട്രൈറ്റ് ലൈൻ ടെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, പിന്നെ ടെക്സ്റ്റിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ടെക്സ്റ്റിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബോക്സ് ആയിട്ടായിരിക്കും വരിക. എന്താ പറയുക, കോളമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചിലപ്പോൾ ഓരോ കോളായിട്ടായിരിക്കും വരിക. ന്യൂസ് പേപ്പറിലൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുക. ഒരിക്കലും ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഒരു ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെ ഇങ്ങനെ പഠിക്കില്ല, ചെറിയ ചെറിയ കോളായിട്ടായിരിക്കും. അപ്പോൾ കോളായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുകളിൽ കോളം ഉണ്ടാവും. ടെക്സ്റ്റിൽ കോളംസ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ കാണാം, ഇവിടെ കാണും ഡീറ്റെയിൽസ്, പ്രിവ്യൂ എങ്ങനെ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ഒരു കോളം ഉള്ളൂ. ഒന്ന് രണ്ടാക്കി കഴിഞ്ഞാൽ കണ്ട 2 കോളായി, 3 ആക്കി കഴിഞ്ഞാൽ 3 കോളായി, ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ മൊത്തത്തിനെ ഡിവൈഡ് ചെയ്ത് 3 കോളാക്കി മാറ്റി. ഇപ്പോൾ ഒക്കെ ലെഫ്റ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കുറച്ച് ലെഫ്റ്റ് കറക്റ്റാണ്, ലെഫ്റ്റ് അലൈൻ ആയതുകൊണ്ട് ജസ്റ്റിഫൈ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ടെക്സ്റ്റ് അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇത് കാണില്ല വാർപ്പ് പാരഗ്രാഫ് ടെക്സ്റ്റ്, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ടെക്സ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ടാവും. കളർ മാറ്റിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ട, ആ ഒബ്ജക്റ്റിനെ നീക്കുന്നതിനനുസരിച്ച് ടെക്സ്റ്റ് നീങ്ങും. കണ്ട, ടെക്സ്റ്റ് വഴിമാറി കൊടുക്കും. ആ ഷേപ്പ് എവിടെയൊക്കെ പോകണം, എന്താണ് കാരണം അതിൽ എഴുതിയിട്ടുണ്ട്. വാർപ്പ് പാരഗ്രാഫ് ടെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ വഴിമാറി കൊടുക്കണം. അതിനാണ് വാർപ്പ് എന്ന് പറയാം, ടെക്സ്റ്റ് വാർപ്പ് എന്ന് പറയാം. ഇപ്പോൾ ഓറഞ്ചിൻ്റെ അതേ പൊസിഷനിൽ ഞാൻ കൊണ്ടുവെക്കുമ്പോൾ എന്താവും, ഓറഞ്ചിൻ്റെ ഏരിയയിലൊന്നും ആ ടെക്സ്റ്റ് കയറില്ല. അപ്പോൾ ഇതിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വേണ്ട, അതിൽ ടെക്സ്റ്റ് കണ്ടില്ലേ ഒരുപാട്, ഇപ്പോൾ എസ് എന്നുള്ളത് ഇങ്ങോട്ട് വന്നു,
കറക്റ്റായിട്ട് എവിടെ വാർപ്പ് ചെയ്താലാണ് എവിടെയാണ് കറക്റ്റായിട്ട് വരിക എന്നുള്ളത് അതിനനുസരിച്ച് വലിപ്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇനി ഇതിൽ ലെറ്ററുകൾ കുറച്ചും കൂടി ബാലൻസ് ഉണ്ട് ഓറഞ്ച് വന്ന കാരണം. നമ്മളിത് അടുത്ത പേജിൽ കൊണ്ടുപോവുക. ഈ ആരോ കാണുന്നില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത പേജ് എടുക്കുക, ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ടെക്സ്റ്റ് ഇതിൽ വരും. ഇനി ഇതിന് അതേപോലെ കോളം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ടെക്സ്റ്റ് പോവുക, കോളം 2 3 4 അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, കണ്ടോ ഇതിൽ കാണിക്കുന്നത് കണ്ടില്ലേ, അടുത്ത കണ്ടന്റ് ബാക്കി പേജ് 2ലാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് 1 എന്നാണ് ബാലൻസ് വരുന്നത് ഇതിൽ കാണിക്കും. ഇങ്ങനെയാണ് ഓരോ പേജിൽ നിന്ന് മാഗസിനൊക്കെ ക്രിയേറ്റ് ചെയ്യണം.